ഹലോ, ഗുഡ് ഈവനിങ് ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്ക് ഇപ്പോഴൊരു ചെറിയൊരു ഷോർട്ട് റീഡിംഗ് എടുത്താലോ? എന്താണ് നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് ടെമ്പറൻസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ സംയമനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സംയമനം, ബാലൻസ്, ഓക്കെ, ജീവിതത്തിന് ഒരു ബാലൻസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ടെമ്പറൻസ് പറയുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഓഫറാണ്. അതായത് ഒരു ഇമോഷണൽ പ്രപ്പോസൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ പ്രപ്പോസലിന് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. അതായത് ഒരു ഫാൻറ്റസി ലവ് ആണ്. പക്ഷേ ഈ നൈറ്റ് ഓഫ് കപ്സിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ, നൈറ്റ് എന്ന് പറയുമ്പോഴേ ഒരു ഇമ്മച്ചുറായിട്ടുള്ള ഒരു ആളിനെയാണ് നമ്മൾ നൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരാളാണ് ഒരു കപ്പ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രശ്നമെന്ന് വെച്ചാൽ കപ്പൊക്കെ ഓഫർ ചെയ്യും, പക്ഷേ ഈ പറയുന്ന ആൾ നമ്മുടെ കൂടെ കാണില്ല. അതാണ് ഒരു പ്രശ്നം. അതിനുശേഷം നമ്മുടെ 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ദുഃഖം, നഷ്ടബോധം. ഓക്കെ, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഓഫറുമായിട്ട് വരുന്ന ആൾ നിങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതിനുശേഷം കിട്ടിയിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. അതായത് ഒരു സെലിബ്രേഷൻ, ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ആഘോഷം. 5 ഓഫ് കപ്സിൻ്റെ ആ ഒരു ഐസൊലേഷനിൽ നിന്നും, 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു നഷ്ടബോധം ഇല്ലേ, കയ്യിൽ നിന്ന് പോയ ചില കാര്യങ്ങളെ ഓർത്തുള്ള ആ നഷ്ടബോധത്തിൽ നിന്നും ഒരു സെലിബ്രേഷനിലേക്ക് കൂട്ടുകാരുമൊത്ത് ഒക്കെ ഒരു ഐസൊലേഷനിൽ നിന്നും ഒരു റിക്കവറി സ്റ്റേജാണ് 3 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാം. നമ്മളൊരു ദുഃഖത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു തേർഡ് പാർട്ടിയിലോട്ട് പോയോ, ജസ്റ്റ് ഒരു കൂളാവാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ഇടയ്ക്ക് വന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇൻറ്റൻഷനോട് കൂടി ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ അവസാനത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഡെവിള് വന്നിട്ടുണ്ട്. ഈ ഡെവിളെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബോണ്ടേജ്, ഒരു ടെംപ്ടേഷൻ, ടോക്സിക് സൈക്കിൾ പോലെയൊക്കെയാണ്. രാസക്തി, ചങ്ങല, ഇതൊക്കെയാണ് ഡെവിളിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഈ തിരിച്ചു വന്നത് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആയിരിക്കും, വീണ്ടും ഒരു ഓഫറുമായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ചോയ്സിൻ്റെ സമയമാണിത്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീഡം വേണോ അതോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോക്സിക് സൈക്കിൾസ് വേണോ എന്ന് നിങ്ങളിവിടെ